മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് മേഘനാണെങ്കിൽ വർക്ക് സൈറ്റിൽ ആ കെണി ഒരുക്കുന്നുണ്ട്. അത് മേഘൻ കണ്ണനോട് പറയുകയും കണ്ണനാണെങ്കിൽ മഹിയെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ നാടകത്തിലൂടെ വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് ശത്രുക്കൾ ഒരുക്കുന്ന കെണി കണ്ണനോട് വന്ന് മുൻകൂട്ടി പറയുകയും അതുവഴി മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തുക എന്നതുമാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ അഹങ്കാരം കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എൻ്റെ ഏട്ടൻ്റെ സ്വത്തുകളൊക്കെ തിരിച്ചു കൊടുത്തിട്ട് ഇവിടെ നിന്നും പോകണമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ലടാ. മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ അച്ഛനും ഈ കുഞ്ഞും ഞാനും കൂടി ആയിരിക്കും നിന്റെ ഏട്ടൻ്റെ സ്വത്തുക്കളൊക്കെ തന്നെ അടക്കി ഭരിക്കാൻ പോകുന്നതെന്നൊക്കെ മഹിയാണെങ്കിൽ കുറുക്കി കൊള്ളുന്നത് പോലെ തന്നെ ഉണ്ണിയോട് മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെ മാർക്കോയാവട്ടെ മേഘനാഥനെ ആ വർക്ക് സൈറ്റിൽ വെച്ച് തന്നെ ഒന്ന് പെരുമാറിയെടുക്കുകയാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ അപകടം മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്തായാലും മേഘനാഥൻ കുറച്ചു ദിവസം ബെഡ് റെസ്റ്റിലാവാനുള്ള എല്ലാ വകയും മാർക്കോടെ സംഭാവനയായിട്ട് കിട്ടുന്നുണ്ട്. പിന്നീട് മഞ്ജുവിനെ കാണാനായിട്ട് മഹി എത്തുകയാണ്. മഹിയോട് മഞ്ജു പറയുന്നുണ്ട്, ചേട്ടത്തി വളരെയധികം സൂക്ഷിക്കണം, ചുറ്റിലും ശത്രുക്കളാണ്. ചേട്ടത്തിയും ഏട്ടനും പിരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിയേട്ടൻ എന്നെ കാണാനായിട്ട് വന്നിരുന്നു. നിങ്ങളെ കൊന്നു കളയണമെന്നാണ് എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നീട് നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുള്ള സ്വത്തുക്കളൊക്കെ തന്നെ വീണ്ടെടുക്കണമെന്നും എല്ലാം എനിക്കറിയാം മഞ്ജു. ഇപ്പൊ തന്നെ ഞാൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടിട്ട് വരുന്നത്. മേഘനാഥൻ അവൻ എന്നെ കൊല്ലാനായിട്ട് ഒരുക്കിയ കെണിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. മാത്രമല്ല കർണാടനാണ് അത് വിളിച്ചു പറഞ്ഞത്. കർണാടൻ ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ മഹിയാണെങ്കിൽ കാര്യങ്ങൾ പറയുകയാണ്. എന്തായാലും ഈ നാടകം കൊണ്ട് ഒരേ ഒരു ഉപകാരം അത് മാത്രമാണല്ലേ. പിന്നെ മേഘനാഥന്റെ കാര്യം നീ അറിഞ്ഞോ എന്നിങ്ങനെ മഞ്ജുവിനോട് ചോദിക്കുന്നു. ഇല്ലെന്ന് പറയുമ്പോൾ അവനാണിപ്പോ ശരിക്കും കിടപ്പിലായിരിക്കുന്നത്. ഇനി കുറച്ചു കാലത്തേക്കൊന്നും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, നന്നായുള്ളൂ. പക്ഷേ ഏട്ടത്തി ഞാനും ഇവർക്കൊപ്പം നിന്ന് അഭിനയിക്കുകയാണ്. സത്യത്തിൽ കുറ്റബോധം ഉണ്ടെങ്കിലും എനിക്കും വേറെ നിവൃത്തിയില്ലല്ലോ. ഉണ്ണിയേട്ടൻ കാര്യം സ്വന്തം എൻ്റെ ആങ്ങളെയാണെങ്കിൽ പോലും എൻ്റെ ജീവനിലും പേടിക്കാനുണ്ട്. ഞാനും വർക്ക് സൈറ്റിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. മാത്രമല്ല ഉണ്ണിയേട്ടൻ്റെ കസാരയിൽ ഞാൻ കയറിയിരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് എന്നോട് തീർത്ത തരത്ത പകയുണ്ട്. പക്ഷെ കാണുമ്പോൾ ഈ ഒരു സന്തോഷത്തിന്റെ പേരിൽ, അതായത് നിങ്ങൾ പിരിഞ്ഞതിന്റെ സന്തോഷത്തിന്റെ പേരിൽ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കൂടപ്പിറപ്പിനെ പോലും ഇല്ലാതാക്കാൻ ഒരു മടിയും കാണിക്കാത്ത കൂട്ടത്തിലുള്ള ആളാണ് എൻ്റെ ഏട്ടൻ. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും അവർ മാറി ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ലെന്നൊക്കെ പറയുകയാണ്. പിന്നീട് ഏട്ടത്തെ എപ്പോഴും ലേഖ ചേച്ചിയും കൊണ്ട് മാത്രമേ എങ്ങോട്ടും പോകാൻ പാടുള്ളൂ. കരുതലിൽ പോലെ തന്നെ മരണം പിന്നാലെയുണ്ട്. ചുറ്റിലും ചേട്ടത്തിയെ കൊല്ലാനുള്ള ആളുകളാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാം എനിക്കറിയാം. എന്തായാലും ഞാനിവിടേക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് വരും. കണ്ണേട്ടനും ഞാനും കാണാറുണ്ട്. കണ്ണേട്ടൻ ലേഖയുടെ വീട്ടിലേക്ക് വരാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അനന്തവേട്ടനാണ് ഇപ്പൊ നിലവിൽ കുഞ്ഞിന്റെ അച്ഛൻ എന്നൊക്കെ ലേഖയോട് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും കുഞ്ഞ് സേഫായി തന്നെ പുറത്തേക്ക് വരണമെന്ന് ലേഖ പറയുന്നു. പിന്നീട് തിരിച്ചു പോവാൻ നേരം മഹിയാണെങ്കിൽ ഉണ്ണിയെ കണ്ട് താക്കീത് കൊടുക്കുകയാണ്. മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടെ ജോലിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ നിന്നെ പുറത്താക്കും. ഇനി എനിക്കൊന്നും നോക്കേണ്ടതില്ല. നീ എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണെന്നുള്ളൊരു പരിഗണന ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അയാൾ എനിക്ക് ആരുമല്ല. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ ഞാൻ കടുത്ത തീരുമാനം എടുക്കുമെന്നൊക്കെ മഹി പറയുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും കടനെ കാണാനായിട്ട് കമലേശ്വരത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയാണെങ്കിൽ തിരക്ക് കൂട്ടുകയാണ്. ഒരു കാരണം, അതായത് കരുണയ്ക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിക്ക് അങ്ങോട്ട് പോവുക. എന്നിട്ട് കണ്ണനെ ചങ്ക് കൊള്ളുന്ന 2 വർത്താനം പറഞ്ഞിട്ട് വരിക. അതാണ് അവരുടെ പ്ലാനിങ്. മോഹിനിയാണെങ്കിൽ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ എന്തിനാ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ കൊച്ചുമോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവിഹിതം ചുവന്ന് നടക്കുന്നത് നിന്റെ മകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയണം. ആയിക്കോട്ടെ, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ. പിന്നെ നിന്റെ മോളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അവനെയും കൂടി ഒന്ന് കാണണം. അവനെ കണ്ട് 4 ചോദിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ചോദിച്ചിട്ട് വായോ. മോഹിനിയാണെങ്കിൽ ഒരു കൂസലുമില്ലാതെയാണ് സംസാരിക്കുന്നത്. അവിടേക്ക് പ്രതാപനും വരുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിയും തിരക്ക് കൂട്ടുകയാണ് കണ്ണനെ കാണാനും അവനെ വേദനിപ്പിക്കുന്നത് പോലെ സംസാരിക്കാനും വേണ്ടിയിട്ട്. പക്ഷെ മോഹിനിക്ക് അറിയാലോ എന്താ സത്യാവസ്ഥ എന്ന്. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ എല്ലാം ഒരു നാടക കണക്കെ കണ്ട് രസിക്കുകയാണ്. പിന്നീട് കമലേശ്വരത്തിലേക്ക് എത്തുന്നുണ്ട്. കരുണയാണെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് മുത്തശ്ശിയെയും പ്രതാപനെയൊക്കെ അകത്തേക്ക് വിളിച്ച് കയറ്റുകയാണ്. ഈ സമയം പ്രതാപനും മുത്തശ്ശിയും സ്വാതിയെ കാണുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇവിടുത്തെ മൂദേവി ഇറങ്ങിപ്പോയി, ഇനി നീ ഇവിടുത്തെ മഹാറാണിയായിട്ട് ജീവിക്കണം. അതുകൊണ്ട് കാലിന് സ്വാധീനമില്ലെന്ന് കരുതിയിട്ട് വിട്ടുകളയണ്ട. സ്വത്തുക്കൾ ഒരുപാടാണ്, മുറുകെ പിടിച്ചോ. അവരെ കല്യാണം കഴിക്കാൻ നിനക്ക് പറ്റുകയാണെങ്കിൽ അതായിരിക്കും നിന്റെ വിജയം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ മുത്തശ്ശി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിലേ എൻ്റെ മോളും ഇവിടുത്തെ ദുർഗയൊക്കെ പറയുന്നത് കേട്ടിട്ട് അവനോട് അടുത്തിടപഴകാനായിട്ട് നോക്ക്.
എന്തായാലും കുറച്ച് പലഹാരമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ മഹാരാജാവ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുകളിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ കണ്ണനെ കണ്ട് സങ്കടം പ്രകടിപ്പിക്കുക എന്നുള്ള രീതിക്ക് അവനെ നോവിക്കാൻ വേണ്ടി തന്നെയാണ് മുത്തശ്ശിയും പ്രതാപനും എത്തിയിരിക്കുന്നത്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.